മുഖ്യമന്ത്രിയാവാൻ മുണ്ടും കുപ്പായവും പശയിട്ട് തേച്ച് വടിയാക്കി വെച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വരാനിരിക്കുന്ന 16ാം നിയമസഭയിൽ 100 MLA-മാരുമായി അധികാരത്തിലെത്താൻ കഴിയുമോ? തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി 48 മണിക്കൂർ പിന്നിടുമ്പോഴും കഴിഞ്ഞ തവണ വിജയിച്ച 21 സീറ്റുകളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളിലേക്കും ഗ്രൂപ്പിസത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ചെറുപ്പക്കാരുടെ നീണ്ട നിരതന്നെ വെട്ടിമാറ്റിയിരിക്കുകയാണ് ഇത്തവണയും എന്ന് പറയാതെ വയ്യ. സ്ത്രീ പ്രാതിനിധ്യം തീരെയില്ല. 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ വെറും 8 വനിതകൾക്കാണ് പാർട്ടിയിൽ ഇടം കിട്ടിയത്. രാഹുൽ മാങ്കൂട്ടത്തിനും എൽദോസ് കുന്നപ്പള്ളിക്കും പി കെ ജയലക്ഷ്മിക്കും സീറ്റ് നിഷേധിച്ചപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും വീണ്ടും മത്സരിക്കുകയാണ്. കോട്ടയത്ത് എന്തിനാണ് ഇനിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നത്? കെ മുരളീധരനും MM ഹസനുമൊക്കെ യുവതലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുത്തുകൂടെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നവരിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി അധികവും വനിതകളാണ് എന്ന പ്രത്യേകതയും എടുത്തു പറയണം. രാഹുലിന്റെ വളർച്ച തടയുക എന്ന ലക്ഷ്യത്തോടെ സതീശനടക്കമുള്ളവർ ചേർന്ന് നടത്തിയ പോരാട്ട നാടകം ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുകയാണ്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കാനും അവർക്കൊട്ടേറെ തെളിവുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യമായി വ്യക്തിഹത്യ ചെയ്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന പറവൂർ സ്വദേശിനിയായ യുവതി സതീശന് വളർത്തുമകളെ പോലെ ആയിരുന്നെങ്കിൽ സ്വന്തം പാർട്ടിക്കാരനും പാലക്കാട് MLA-യുമായ രാഹുലിനെതിരെ ആ യുവതി ഒരു വാക്കുപോലും പറയുകയില്ലായിരുന്നു. രാഹുലിനെ ഒഴിവാക്കിയില്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കും നേട്ടത്തിനും കോട്ടമുണ്ടാവുമെന്ന സതീശ രമേശന്മാരുടെ കണക്കുകൂട്ടലുകളാണ് മാങ്കൂട്ടത്തെ പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി ഇരുളിലാക്കിയത്. സ്ത്രീ വിഷയത്തിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അതിവേഗം മാറ്റിയതിന് പിന്നിലെ രഹസ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അയാളെ പുകച്ച് പുറത്തു കളഞ്ഞതും എന്തിനായിരുന്നു എന്ന ചോദ്യത്തിനും ഈ നേതാക്കൾ മറുപടി പറയണം. പെൺവിഷയത്തിൽ നാണംകെട്ട ഗണേഷ് കുമാറും AK ശശീന്ദ്രനും രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായി. CITUവിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PK ശശിയെ പെണ്ണ് വിഷയത്തിൽ പാർട്ടി പുറത്താക്കിയപ്പോൾ ഒറ്റപ്പാലം സീറ്റുമായി പിന്നാലെ പാഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തെയും എൽദോസ് കുന്നപ്പള്ളിയെയും ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്താൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നതിൽ ഏറെ പേരും കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമാണ്. VSന്റെ പേഴ്സണൽ സെക്രട്ടറി സുരേഷ് മലമ്പുഴയിലും മുൻമന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ G സുധാകരൻ അമ്പലപ്പുഴയിലും CPM ബന്ധം ഉപേക്ഷിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ TK ഗോവിന്ദനും തളിപ്പറമ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ ഈ മണ്ഡലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളാകാൻ കച്ചമുറുക്കിയ യഥാർത്ഥ കോൺഗ്രസുകാരുടെ ചങ്കിടിപ്പാണ് നിലയ്ക്കുന്നത്. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതയാകേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെ മുസ്ലിം ലീഗ് കഴിഞ്ഞ 10 കൊല്ലമായി തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ഭരണമില്ലാത്ത കുത്തിയിരിപ്പാണ്. കോൺഗ്രസ് മുന്നണിയിൽ ഘടകകക്ഷികൾ അസ്വസ്ഥരാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP, CMP തുടങ്ങിയ പാർട്ടികൾക്ക് ഇത്തവണയെങ്കിലും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടികളുടെ എല്ലാം രാഷ്ട്രീയ ഭാവി ഇരുൾ നിറഞ്ഞതാവും. പാർട്ടിക്ക് വേണ്ടി പലവട്ടം ചാവേറായ K സുധാകരനെ കണ്ണൂരിൽ സീറ്റ് നിഷേധിച്ചത് കണ്ണൂർ സീറ്റിൽ കോൺഗ്രസിന് കനത്ത പ്രഹരമാകും. യുവതലമുറക്കാരിൽ ചാണ്ടിയുമ്മനും വിഷ്ണുനാഥും ബൽറാമും മാത്രമാണ് അറിയപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്നും പറയേണ്ടി വരും. മൂന്നാമതും CPM മുന്നണി അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന പ്രകടനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും സതീശ രമേശന്മാരും ചേർന്ന് നടത്തുന്നതെന്ന് പറയുന്നവരിൽ അധികം പേരും നിഷ്പക്ഷ വോട്ട് കുത്തികളാണ് എന്നതും ശ്രദ്ധേയം. തിരുവനന്തപുരത്തെ V ശിവകുമാറും ആലപ്പുഴയിൽ ഷുക്കൂറും എറണാകുളത്ത് ദീപ്തി മേരി വർഗീസും പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയും വരും ദിവസങ്ങളിൽ പാർട്ടിക്കെതിരെ ശക്തമായി രംഗത്ത് വരും. 6ഉം 7ഉം തവണ മത്സരിച്ചവരും മന്ത്രിമാരും MPമാരുമായി വിലസിയവരും വീണ്ടും മത്സരിക്കാൻ കൊതിക്കുന്നതിന് പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, അധികാരവും പദവിയും മരണം വരെ നിലനിർത്തണം. യുവതലമുറയിൽ 8 പുതുമുഖങ്ങളെയും 2 വനിതകളെയും മുസ്ലിം ലീഗ് മത്സര രംഗത്തിറക്കുമ്പോൾ കോൺഗ്രസിന് മാത്രം പുതിയവരാരും സ്ഥാനാർത്ഥികളാകുന്നില്ല. 14ഉം 15ഉം നിയമസഭയിൽ CPMന്റെ നാവായി പ്രവർത്തിച്ച PV അൻവർ UDFനെയും VD സതീശനെയും ശക്തമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത വ്യക്തിയാണ്. CPM വിട്ട ആ PV അൻവറിനെ ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും രാഷ്ട്രീയ കേരളം കണ്ടു. തെരഞ്ഞെടുപ്പിന് ഇനി 2-3 ആഴ്ചകൾ മാത്രമാണ് ഉള്ളത്. നാമനിർദ്ദേശ പത്രിക നൽകുവാനുള്ള അവസാന നീതിക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തർക്കങ്ങൾ തീർത്ത മുന്നണിയെ ഒറ്റക്കെട്ടായി നയിക്കേണ്ട കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും അധികാരത്തിനും പദവിക്കും പിന്നാലെ പായുകയാണ്. ഇടതുമുന്നണിയിലും അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ കടത്തിവെട്ടാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കാവില്ലെന്ന് രാഷ്ട്രീയ കേരളവും വിലയിരുത്തുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനും പെരുമ്പാവൂരിൽ എൽദോസിനും ഇത്തവണ സീറ്റ് നൽകണം. ഇവരുടെ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കിടയിൽ ഇരുവർക്കും ഇപ്പോഴും ശക്തമായ സ്വാധീനവും പിന്തുണയുമാണ് ഉള്ളത്. A to Z ന്യൂസ് മലയാളം 24.